നമസ്കാരം. നട്ടലുള്ളവൻ ഭരിക്കട്ടെ. ചെന്നിത്തല കണ്ടം വഴി ഓടി. നേതൃത്വത്തെ ചോദ്യം ചെയ്യേണ്ട തലങ്ങളിൽ ചോദ്യം ചെയ്യണം. എതിർപ്പുകൾ ഉണ്ടാകാം, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം. ഇന്ന് കിട്ടേണ്ടത് ചിലപ്പോൾ നാളെയും കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെയുള്ള അവസരത്തിൽ ത്യജിക്കാനും സഹിക്കാനും മനസ്സുള്ള ആളുകളുടെ നിരയായി വളരണം. 1000 വർഷം നട്ടലില്ലാത്തവനായി ജീവിക്കുന്നതിനേക്കാൾ ഒരു നിമിഷമെങ്കിലും നട്ടലുള്ളവനായി ജീവിക്കുക എന്നതാണ് അഭിമാനമെന്ന് നേതാക്കൾ മനസ്സിലാക്കണം. ഇത് PT തോമസ് എന്ന നട്ടലുണ്ടായിരുന്ന ഒരു നേതാവിൻ്റെ വാക്കുകളാണ്. ഇതിനെ മനസ്സിലാക്കാനെങ്കിലും പ്രാവർത്തികമാക്കിയില്ലെങ്കിലും തിരിച്ചറിയാനെങ്കിലും KC വേണുഗോപാലിനെ പോലുള്ള ഒരു വലിയ നേതാവ് തിരിച്ചറിയേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഈ നടക്കുന്ന കലാപരിപാടികൾ ഇനിയും കുറേ നാൾ തുടരുക തന്നെ ചെയ്യും. അതിനുശേഷം യാദവന്മാർ എങ്ങനെയാണോ അടിച്ചു തീർന്നത് അങ്ങനെ ഈ കോൺഗ്രസും ഇവിടെ അടിച്ചു പിരിയും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലുള്ള തർക്കം തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്താൻ ദേശീയ തലസ്ഥാനത്തെത്തിയ മുതിർന്ന നേതാക്കൾക്ക് വരെ അവർ ഇപ്പോൾ നേരെ ഡൽഹിയിലെ കേരള ഹൗസിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങളടക്കം കേൾക്കേണ്ട കാണേണ്ട ഗതികേടിലേക്ക് കേരളത്തിൽ പാവം ഈ UDF വോട്ട് ചെയ്തു പോയവർ ആ ഒരു ഗതികേടിലെത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന് JNU, ജാമിയ മിലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി സംഘടനകൾ വലിയ സ്വീകരണം നൽകിയപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ ഉയർന്നത് പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. ഇവർ 3 പേർ കൂടിയാണല്ലോ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അങ്ങ് ഡൽഹിയിലേക്ക് പോയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ ഒരുമിച്ചായിരുന്നു ഡൽഹി യാത്ര. അപ്പോൾ ഡൽഹിയിൽ ചെന്ന് ഇറങ്ങിയതും വലിയ സ്വീകരണമൊക്കെ കിട്ടിയത് VD സതീശനും മാത്രമാണ്. ബാക്കി കൂടെ ഉണ്ടായിരുന്ന KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിന് നേരെ ഉയർന്നത് പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും തെറിവിളികളുമാണ്. അതിരുവിട്ട പ്രതിഷേധങ്ങൾക്കെതിരെ ഹൈക്കമാൻഡ് അന്വേഷണം വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അർദ്ധരാത്രി ഡൽഹിയിലെത്തിയ VD സതീശനെ സ്വീകരിക്കാൻ 100 കണക്കിന് NSU MSF പ്രവർത്തകരാണ് കേരള ഹൗസിന് മുന്നിൽ തടിച്ചുകൂടിയത് എന്നുള്ളതാണ്. സതീശനെ അനുകൂലിച്ചുള്ള മുദ്രാവാക്യങ്ങൾക്കിടെ അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെയും കടുത്ത ഭാഷയിലുള്ള പ്രതിഷേധം ഉയർന്നു എന്നുള്ളതാണ്. ഡൽഹിയിലെ പ്രമുഖ സർവകലാശാലകളിലെ മലയാളി വിദ്യാർത്ഥികളുടെ വലിയൊരു നിര സതീശനായിട്ട് നിലയുറപ്പിച്ചത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സതീശൻ നയിക്കട്ടെ എന്നാവശ്യപ്പെടുത്തിയ ഇവർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കണ്ടതോടെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് ആ സാഹചര്യം തന്നെ വഷളാക്കി എന്നുള്ളതാണ്. അതേസമയം കേരള ഹൗസിലെ ബഹളമയമായിട്ടുള്ള അന്തരീക്ഷം തിരിച്ചറിഞ്ഞ രമേശ് ചെന്നിത്തല സമർത്ഥമായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞുമാറി. കണ്ടം വഴി ഓടി എന്ന് പറയുന്നതായിരിക്കും ശരി. പതിവായിട്ട് അദ്ദേഹം താമസിക്കുവാറുള്ള 204 നമ്പർ മുറി ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും അണികളുടെ പ്രതിഷേധം ഭയന്ന് അദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലേക്ക് താമസവും മാറ്റി. കേരളത്തിൽ സജീവമായ പോസ്റ്റർ യുദ്ധം ഡൽഹിയിലേക്കും പടർന്നതോടെ ഹൈക്കമാൻഡ് അതീവ ജാഗ്രതയിലാണ്. ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറിയ തീവ്ര വികാരക്കാർ സണ്ണി ജോസഫിനെതിരെയും തിരിഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ അച്ചടക്ക നടപടിക്ക് സാധ്യത ഏറിയിരിക്കുന്നു. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായിട്ട് എത്തിയവർക്കിടയിൽ നുഴഞ്ഞു കയറിയ തീവ്ര വികാരക്കാർ ആരാണെന്നതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് രഹസ്യാന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിക്ക് മുന്നിലും കേരള ഹൗസിലും നടന്ന പ്രതിഷേധങ്ങൾ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. KPCC അധ്യക്ഷന് നേരെയുണ്ടായ ഭീഷണി മുദ്രാവാക്യങ്ങൾ ഗൗരവകരമാണ് എന്നും അതിരുവിട്ടവർക്കെല്ലാം കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചന നൽകി കഴിഞ്ഞു. ഇന്നതാ രാവിലെ 10 മണിക്ക് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ആരംഭിച്ചിരിക്കുന്ന നിർണായക യോഗത്തിൽ ഈ പ്രതിഷേധങ്ങൾ അടക്കം ചർച്ചയാകും. നിരീക്ഷകരുടെ റിപ്പോർട്ട് ഖാർഗെ രാഹുൽ ഗാന്ധിക്ക് കൈമാറിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഈ പറയുന്ന യോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഡൽഹിയിൽ പ്രകടനമൊരുക്കിയവർക്ക് പിന്നിൽ ഏതെങ്കിലും ഗ്രൂപ്പ് നേതാക്കളുടെ ഒത്താശയുണ്ട് എന്ന് AICC പരിശോധിക്കാൻ പോകുന്നു. ഏതായാലും കേരളത്തിലെ ഗ്രൂപ്പ് പോര് ദേശീയ തലസ്ഥാനത്തെ തെരുവുകളിലേക്ക് പടർന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയ ചെയ്തികൾ ചിലപ്പോൾ കാണേണ്ടി വരും. ഒപ്പം ഇതുകൂടി ഞാനൊന്ന് പറയട്ടെ. മറ്റൊന്നുമല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി UDF വരുന്ന അസ്വാരസ്യങ്ങൾ അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ജിതിൻ ജേക്കബിന്റെ.
മത്സരിക്കുക പോലും ചെയ്യാത്ത കെ.സി. വേണുഗോപാലിന്റെ പേരും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുന്നതിനെ കുറിച്ചുള്ള ഒരു ട്രോളാണ് ജിതിൻ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ കെ.സിക്ക് ഒട്ടും സമയമുണ്ടായിട്ടല്ല. കേന്ദ്രത്തില് നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ഉത്തർപ്രദേശിലും പഞ്ചാബിലും അടക്കം വിജയിപ്പിക്കുവാൻ രാഹുൽജിക്ക് ഉപദേശം നൽകണം. അങ്ങനെ കെ.സി. വേണുഗോപാലിന് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. ഇങ്ങനെയാണ് ജിതിൻ പറയുന്നത്. ജിതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. അതിനകത്ത് കെ.സിക്ക് ഒട്ടും സമയം ഉണ്ടായിട്ടല്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ഉത്തർപ്രദേശിലും പഞ്ചാബിലും അടക്കം വിജയിപ്പിക്കുവാൻ രാഹുൽജിക്ക് ഉപദേശം നൽകണം, ബംഗാളിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് തയ്യാറാക്കിയ വാർ റൂം പൊളിച്ചു മാറ്റാൻ പോകണം, പ്രിയങ്കാജിയുടെ മക്കളുടെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർക്കൊപ്പം സാറ്റ് കളിക്കാൻ കൂടണം. അങ്ങനെ എന്തെല്ലാം വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വലിയ നേതാവാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. പിന്നെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോൾ കെ.സിക്ക് തള്ളക്കളയാൻ പറ്റുമോ ഇവിടുത്തെ മുഖ്യമന്ത്രി കസേര? വേണുജി കേരളത്തിന്റെ അപേക്ഷ നിരസിക്കുമോ? ടെൻഷൻ ആകുന്നു. കാരണം അത്രത്തോളം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണല്ലോ വേണുജിയുടെ തിരിച്ചുവരവ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതാണ് ജിതിൻ വയ്ക്കുന്ന പോസ്റ്റെങ്കിലും ആ പോസ്റ്റിലെ ആ ട്രോളിസം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കൂടി മറ്റൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. വേണു മനസ്സിലാക്കേണ്ടത്, ഇവിടെ മത്സരിച്ച് വിജയിച്ചവരുണ്ട്, നിങ്ങളെക്കാളേറെ ക്വാളിഫൈഡ് ആയവർ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ക്വാളിഫൈ ചെയ്യപ്പെട്ടവർ. അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരിൽ ഒരാൾക്ക് മുഖ്യമന്ത്രി ആയാൽ എന്താ? അതെന്താ താങ്കൾക്ക് മനസ്സിലാകാത്തത്? താങ്കൾ ഇവിടുത്തെ ജനങ്ങളെ പരിഹസിക്കുകയാണ്. പക്ഷെ അല്ല, താങ്കളും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസുകാർ ഇവിടുത്തെ ജനങ്ങൾക്ക് കെണിവെക്കുകയായിരുന്നു. അവരെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും UDFനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞ വി.ഡി. സതീശന്റെ തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരു വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് പൂർണ്ണമായിട്ടും പാലിക്കുവാൻ സതീശന് കഴിഞ്ഞു. പക്ഷെ ആ വാക്ക് പാലിക്കുവാൻ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ തെരുവിദ്ധം അരങ്ങേറുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം രാഹുൽ ഗാന്ധി ഈ പറയുന്ന ആരോരുമല്ലാത്ത, കോൺഗ്രസിന് വേണ്ടി ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഒരു തരത്തിലും ഒരു പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാത്ത കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി കസേര വിളിച്ചു കൈവെള്ളയിൽ വെച്ചു കൊടുക്കുമ്പോൾ അത് കണ്ടിരിക്കാൻ ഈ വോട്ട് ചെയ്ത് ഇവരെ അധികാരത്തിലേറ്റണമെന്ന് കരുതിയ ഒരു വിഭാഗം കോൺഗ്രസുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും അല്ലാത്ത ഒരു നല്ല വിഭാഗം ജനങ്ങളുണ്ട്. അവരാണ് ഈ തെരുവിലേക്ക് എത്തുന്നത് എന്ന് മറന്നു പോകരുത്. അവരുടെ ആഗ്രഹങ്ങളെയാണ് നിങ്ങളെപ്പോലുള്ള ഹൈക്കമാൻഡും ലോ കമാൻഡും ഒക്കെ ചേർന്ന് നശിപ്പിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നിങ്ങൾ ചെയ്യുന്നത് പരമവിഡ്ഢിത്തരമാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ വേണുജി അത്ര വലിയ കൊമ്പനാണ് എങ്കിൽ 5 സംസ്ഥാനങ്ങളിൽ വേറെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. അവിടെയൊക്കെ എന്താണ് ഈ വേണുജിയുടെ കോൺട്രിബ്യൂഷൻ? കേരളത്തിൽ മാത്രം 102 സീറ്റ് നേടിയെടുക്കുവാൻ വേണുജിയുടെ വലിയ പ്രത്യയശാസ്ത്ര പ്രവർത്തനങ്ങൾ നടന്നു എന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ KSUവിലെ അടക്കമുള്ള അലോഷ്യസിനെ പോലുള്ള നേതാക്കളടക്കം മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്തിട്ടാണ് ഇവരെയൊക്കെ വാലാട്ടാൻ ഇവനൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. അതാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ബാക്കിയുള്ള 4 സംസ്ഥാനങ്ങളിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അനീക് സ്പ്രേ പോലെയായി. എന്നിട്ട് പോലും അവിടുത്തെ കാര്യം ആരും സംസാരിക്കുന്നില്ല. പകരം ഈ വേണുജിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം, മറ്റുള്ളവൻ പണിയെടുക്കുവാനും കാശ് വാങ്ങാൻ നിങ്ങളും വരുന്ന ഈ ഒരു തരം ബൂർഷ്വാ ലൈൻ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിവെക്കൂ. ജനങ്ങളുടെ ഈ വെറുപ്പ് സമ്പാദിക്കുന്നതിൽ നിന്നൊരു അകലം പാലിക്കൂ. ഇല്ലെങ്കിൽ വേണുഗോപാല, നിങ്ങളെ ഇവിടുത്തെ ജനങ്ങൾ വഴിയിൽ ഈ തല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയൊക്കെ പിൻബലത്തിൽ മുഖ്യമന്ത്രി ആയേക്കാം. പക്ഷെ അത് ജനങ്ങളെ ഈ പറയുന്ന പോലെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ്, ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്നലെ വരെ ജനങ്ങളുടെ കാല് പിടിച്ചു വോട്ട് നേടി, കാല് നക്കി അതിൽ നിന്ന് വോട്ട് നേടി അധികാരത്തിലെത്താൻ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, നാളെ നിങ്ങളെ പരാജയപ്പെടുത്തും. എന്തായാലും 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ, അത് നിങ്ങൾ എത്ര വലിയ കൊടികെട്ടിയ കോൺഗ്രസിന്റെ മണ്ഡലത്തിലോ നിന്നോളൂ, പക്ഷെ നിങ്ങൾ പരാജയപ്പെടും. ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും. 6 മാസം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാവാം, വെറും 6 മാസം മാത്രം.